മലയാളികൾ ആരും ഇനി സ്വന്തമായിട്ട് വീട് പണിയാനായിട്ട് പുറപ്പെടുന്ന എനിക്ക് തോന്നുന്നു. കാരണം അതൊരു ടഫ് ജോബാണെന്നുള്ള അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രഡിക്ഷൻ എന്തായിരിക്കും കേരളത്തിലുണ്ടാകുമ്പോൾ ഒരു മാറ്റം? റിയൽ എസ്റ്റേറ്റിലും ബിസിനസ്സിലും ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ഭരണത്തിനോടുകൂടി കടപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്കണോമി ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ റിയൽ എസ്റ്റേറ്റിന്റെ ഭാവി ശോഭനമാണ്. നമ്മളൊരു ബ്രാൻഡ് അംബാസഡറെ കാണുമ്പോൾ ആ ബ്രാൻഡ് അംബാസഡർ എൻഡോഴ്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. പൃഥ്വിരാജിനെ കാണുമ്പോൾ അസറ്റ് ഹോംസിനെ ഓർക്കണോ അതോ അസറ്റ് ഹോംസിന്റെ ഫ്ലാറ്റ് ആണോ പൃഥ്വിരാജിനെ ഓർക്കണോ? ഇത്ര ആലോചിച്ചാൽ മതി. ശരിക്കും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ആ ബിസിനസ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഏത് പാത്തായിരിക്കും സ്വീകരിക്കേണ്ടത്? അപ്പോൾ പുതിയ ആൾക്കാർ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ നീഡിനെ അഡ്രസ്സ് ചെയ്യുന്ന ബിസിനസ്സേ ചെയ്യാവൂ. ലോകത്തിലെ എല്ലാ ഓൺടർപ്രണർഷിപ്പുകളും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത് പവർ ചെയ്യുന്ന പ്രോഫിറ്റ് ചെയ്യുന്ന പർപ്പസിലേക്ക് പോന്നിരിക്കുന്ന യാത്രയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പവറായിരുന്നു, ശരിയല്ലേ? അതിനുശേഷം വന്നിരിക്കുന്ന പല കോർപ്പറേറ്റ്സും പ്രോഫിറ്റാണ്. ഈ ഓൺടർപ്രണർഷിപ്പിന്റെ യുഗത്തിലേക്ക് വരുമ്പോൾ പർപ്പസായിട്ട് മാറി. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്. ആ പിയുടെ അർത്ഥം മാറുന്നുണ്ട്. എന്താണ് അസറ്റ് ഹോം എന്നുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള കാരണം എന്താണ്?